അസുരപ്രണയം ഭാഗം 2. രചന സംഭാഷണം മൈഥിലി മിത്ര. ഓ, രാവണനായിരുന്നോ? പിറുപിറുത്തുകൊണ്ടാണ് ആമി പറഞ്ഞതെങ്കിലും വ്യക്തമായിട്ടത് നിതിൻ കേട്ടു. നിത്യയുടെ ഒരേ ഒരു ഏട്ടനാണവൻ. ആ നാട്ടിലെ CI ആണ് ആള്. നേരത്തെ വേറെ ഏതോ ജില്ലയിലായിരുന്നു. ഇപ്പോൾ ട്രാൻസ്ഫറായി സ്വന്തം നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി. എന്താടി നിന്ന് പിറുപിറുക്കുന്നേ? രൂക്ഷമായിട്ട് നോക്കിയ നോട്ടം കണ്ടില്ലെന്ന് നടിച്ച് പുച്ഛം വാരി എറിഞ്ഞു പെണ്ണ്. നിധിനും ആമിയും കണ്ടാൽ എപ്പോഴും അടിയാണ്. കുഞ്ഞുനാൾ തൊട്ട് തുടങ്ങിയ ശീലമാണത്. വീട്ടുകാരും നാട്ടുകാരും കണ്ടു മടുത്തതുകൊണ്ട് തന്നെ ആരും ഇപ്പോൾ അവരുടെ കാര്യത്തിൽ ഇടപെടാറില്ല. ഇതിനും മാത്രം നിനക്ക് എവിടെ അടി പുച്ഛമിരിക്കുന്നേ? പറഞ്ഞുകൊണ്ട് അവളുടെ കൈ പിടിച്ച് തിരിച്ച് പുറകിലേക്കാക്കി ലോക്കിട്ടവൻ. ആള് പിന്നിൽ തന്നെ നിൽപ്പുണ്ട്. കൈ വിടടാ രാവണ, വേദനിക്കുന്നു. അങ്ങനെ വിടാനല്ലടി കോപ്പയെ പിടിച്ചത്. എന്നെ കാണുമ്പോൾ മാത്രം നിനക്കെന്താടി പുച്ഛം വരുന്നത്? പറഞ്ഞിട്ട് പോയാൽ മതി നീ. ഒന്നുകൂടെ അവളെ മുറുക്ക പിടിച്ച് ചേർത്ത് നിർത്തി. അവൻ്റെ ശക്തിക്ക് മുൻപിൽ ഒന്നും ചെയ്യാനാവാതെ ആമി നിന്നു. കൊന്നാലും പറയൂലടാ, നീ പോടാ. പറയാതെ മോൾ ഇവിടുന്ന് പോവില്ല. ഇവൻ്റെ പിടിയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും എൻ്റെ ദൈവമേ? തല ചെരിച്ചു പിടിച്ച് അവൻ്റെ ഷോൾഡറിൽ ഒറ്റക്കടിയായിരുന്നു പെണ്ണ്. വേദന കൊണ്ട് അവൻ അലറി. കയ്യും നനഞ്ഞപ്പോൾ കിട്ടിയ തക്കത്തിന് ആമി ഓടി രക്ഷപ്പെട്ടു. നിന്നെ ഞാൻ എടുത്തോളാടി കൂതറേ. പിന്നിൽ നിന്നവൻ്റെ അലറിച്ച കേട്ടുവെങ്കിലും ചെന്നായിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട ആൺകുട്ടിയുടെ ഭാവമായിരുന്നു അവൾക്കപ്പോൾ. ഓടിച്ചാടി കയറി ചെന്ന് നിന്നത് അടുക്കളയിലേക്കാണ്. ചുവരിൽ ചാരി നിന്നുകൊണ്ട് കണ്ണൊന്നടച്ചു. വേഗത്തിൽ ഇടിക്കുന്ന ഹൃദയത്തെ ഒന്ന് വരുതിയിൽ നിർത്താൻ നെഞ്ചിന് മുകളിൽ കൂടി ഒന്ന് തിരുമ്മിക്കൊടുത്തു. ഹോ, ഭാഗ്യത്തിന് ആ കാലമാടൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത്. ആത്മ ഇത്തിരി ഉച്ചത്തിലായിപ്പോയി. കയ്യിൽ ചട്ടുകവുമായി തന്നെ തുറച്ചു നോക്കി നിൽക്കുന്ന ദേവിയാൻ്റിയെയാണ് കണ്ണു തുറന്നപ്പോൾ ആമി കണ്ടത്. ദേവിയാൻ്റി എന്ന ശ്രീദേവി, നിത്യയുടെയും നിതിൻ്റെയും അമ്മ. ആള് ഒരു ശുദ്ധ പാവമാണ്. ഇനിയൊരു കഥാപാത്രം കൂടി ഈ വീട്ടിലുണ്ട് പരിചയപ്പെടാൻ. ആൻറ്റിയുടെ ഭർത്താവ് ഹരിയങ്കിൾ. പുള്ളി ഒരു ഡോക്ടറാണ്. എന്താടി അവിടെ ഒരൊച്ച കേട്ടത്? വീണ്ടും അവനോട് അടിയിട്ടോ നീ? ദൈവമേ, എന്തു പറയും? കയ്യിൽ തലയിൽ കൈവച്ച് ആമി നിന്നുപോയി. ഞാനല്ല ആൻറ്റി, നിധിയേട്ടനാ എന്നോട് ആദ്യം വഴക്കിട്ടത്. ചിണുങ്ങിക്കൊണ്ട് കിച്ചൺ സ്ലാബിന് മുകളിലേക്ക് അവൾ കയറിയിരുന്നു. രണ്ടും കൊള്ളാം. പോത്തുപോലെ വളർന്നെന്നുള്ള വിചാരം രണ്ടിനുമില്ല. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് ഉണ്ണിയപ്പം എടുത്ത് ഒരു പ്ലേറ്റിലേക്കാക്കി അവൾക്ക് നേരെ നീട്ടി ശ്രീദേവി. പെണ്ണിൻ്റെ കണ്ണൊന്ന് വിടർന്നു. ആമിയുടെ ഇഷ്ടഭക്ഷണങ്ങളിൽ ഒന്നാണ് ഉണ്ണിയപ്പം. ആർത്തിയോടെ ദേവിയുടെ കയ്യിൽ നിന്നും വാങ്ങി ഒരെണ്ണം എടുത്ത് വായിലാക്കി കണ്ണുകളടച്ച് അത് ആസ്വദിച്ച് കഴിച്ചു. എൻ്റെ ദേവി ആൻറ്റി, ഒരു രക്ഷയുമില്ലാത്ത അപാര ടേസ്റ്റ്. ഇജ്ജ് പൊളിയാണ്. പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളത് കൂടി ആമി കഴിക്കുവാൻ തുടങ്ങി. ദേവി അവളെ വാത്സല്യത്തോടെ നോക്കി. ആമി എന്നും ദേവിക്ക് പ്രിയപ്പെട്ടവളായിരുന്നു. കാരണം ആമിയുടെ അമ്മ രാധിക അവർക്ക് ചേച്ചിയുടെ സ്ഥാനത്തായിരുന്നു. അല്ല, ചേച്ചി തന്നെയായിരുന്നു. അയൽപ്പക്കത്ത് രാധിക ചേച്ചിയോടല്ലാതെ അവരാരോടും സംസാരിക്കുക കൂടിയില്ലായിരുന്നു. എന്തിനും ഏതിനും ചേച്ചി കൂടെ ഉണ്ടാകുമായിരുന്നു. തമ്മിലറിയാത്ത അല്ലെങ്കിൽ പറയാത്ത ഒരു രഹസ്യം പോലും അവർക്കോ രാധിക ചേച്ചിക്കോ ഇടയിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ആമിയുടെ അച്ഛൻ ശ്രീയേട്ടൻ എന്ന് വിളിക്കുന്ന ശ്രീകുമാറിന് അവരെന്നും കുഞ്ഞനുജത്തിയായിരുന്നു. പക്ഷേ ദൈവം എന്തൊരു ക്രൂരനാണ്. 10 വർഷങ്ങൾക്ക് മുൻപ് ശ്രീയേട്ടൻ്റെ വീട്ടിലേക്ക് പോയ അവരുടെ കാറ് അപകടം സംഭവിച്ചു. ആ സ്പോട്ടിൽ തന്നെ 2 പേരും മരിച്ചു. ഓരോന്നും ആലോചിച്ച് ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു. അന്ന് തളർന്നു പോയതാണ്. അനാഥരായ ജീവനെയും ആമിയെയും ഓർത്തപ്പോൾ കരഞ്ഞു നിലവിളിച്ചിരിക്കുവാൻ കഴിഞ്ഞില്ല. സ്വന്തം മക്കളെ പോലെ അവരെയും വളർത്തി. ഇപ്പോൾ തങ്ങളുടെ സ്ഥാനത്ത് ആമിയും നിത്യയും. ഒരേ പ്രായമായത് കൊണ്ട് കളിക്കൂട്ടുകാരാണവർ.
അമ്മയെ ഓർത്തു അല്ലേ? ആമിയുടെ ശബ്ദമാണ് ദേവിയെ ഓർമ്മയിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നത്. ഒരു ഞെട്ടലോടെ അവർ കണ്ണുകൾ അമർത്തി തുളച്ചു. നിന്റെ അമ്മയെ മറന്നാലല്ലേടി ഓർക്കേണ്ടതുള്ളൂ, ഒരു പുഞ്ചിരിയോടെ ദേവി പറഞ്ഞു. മറുപടിയായി അവരെ കെട്ടിപ്പിടിച്ച് ആമി ആ കവിളിൽ ചുണ്ടുകൾ ചേർത്തു. എൻ്റെ ദേവിയാൻറ്റി, നിങ്ങളുടെ ഒരു കാര്യം ഇനി മോങ്ങിക്കൊണ്ട് നിന്നാലുണ്ടല്ലോ, നല്ല അടി വെച്ച് ഞാൻ തരും. കുറുമ്പോടെ പറയുന്നവളുടെ നെറുകയിൽ വെറുതെ ഒന്ന് തലോടിയവർ. അല്ല, ഞാൻ ചോദിക്കാൻ മറന്നു, എൻ്റെ ക്രൈം പാർട്ട്ണർ എവിടെ? മുകളിലുണ്ട്, പഠിക്കാനെന്നും പറഞ്ഞ് മുറി അടച്ചിരിപ്പുണ്ട്. ദൈവത്തിനറിയാം എന്തു ചെയ്യുവാന്ന്. ഞാനൊന്ന് കണ്ടിട്ട് വരാവേ. കയ്യിലിരുന്ന ഉണ്ണിയപ്പം എടുത്തുകൊണ്ട് മുകളിലേക്ക് ആമി ഓടി. സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ ഇടത്തുവശത്തെ ആദ്യത്തെ മുറിയാണ് നിത്യയുടേത്, വലത്തുവശത്തേത് ആ രാവണൻ്റെയും. താഴെയുള്ള മുറിയിലാണ് ദേവിയാൻ്റെയും ഹരിയങ്കളും കിടക്കുന്നത്. പിന്നീടുള്ള 2 റൂമുകൾ ഗസ്റ്റിനായിട്ടുള്ളതാണ്. കയറി ചെന്ന് നിത്യയുടെ റൂമിന് മുന്നിൽ ചെന്ന് നിന്ന് കൊട്ടി. കുറച്ചു സമയം വെയിറ്റ് ചെയ്തു. ഡോർ തുറക്കാത്തത് കൊണ്ട് വീണ്ടും ഒന്നുകൂടെ കൊട്ടി. ആള് തുറക്കുന്നില്ല. ഇച്ചിരി ശക്തിയായി ഒറ്റ ചവിട്ട് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ നിത്യ വന്നു കതക് തുറന്നു തന്നു. ഇതിനകത്ത് കയറിയിരുന്ന് എന്ത് ചെയ്യുവാടി നീ? ഉടനെ തന്നെ പെണ്ണ് വന്ന് എൻ്റെ വായ പൊത്തിപ്പിടിച്ചു. വാതിലിന് പുറത്തേക്ക് തലയിട്ട് നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി. എന്നിട്ട് അകത്തു നിന്നും വാതിൽ കുറ്റിയിട്ടു. എന്തിനാ ഡോർ ലോക്ക് ചെയ്തേ? എടി കോപ്പെ, മിണ്ടാതിരിയടി, സൂരജിനെ വിളിക്കുമായിരുന്നു ഞാൻ. ഏത് സൂരജ്? നമ്മുടെ സീനിയർ ചേട്ടനോ? ആമിയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. നിത്യ ഇല്ലാത്ത നാണം ഉണ്ടാക്കിക്കൊണ്ട് ആണെന്നുള്ള രീതിയിൽ തലയാട്ടി കാണിച്ചു. ഇതൊക്കെ എപ്പോ? ഇന്നലെ തൊട്ട്. അതിന് അങ്ങേരുടെ നമ്പർ എങ്ങനെ കിട്ടി നിനക്ക്? ആമിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. കുറച്ച് നാളായി നിത്യ സൂരജിൻ്റെ പുറകിൽ നടക്കാൻ തുടങ്ങിയിട്ട്. സൂരജേട്ടൻ ആള് ചെറിയ കോഴിയാണ്, പക്ഷെ കാണാൻ പൊളിയാണ്. അങ്ങേരെക്കാളും വലിയ പിടക്കോഴിയാണ് നിത്യ. അവൾ തേച്ച ചെക്കന്മാരുടെ എണ്ണം ഇനിയും കണക്ക് കൂട്ടിയിട്ടില്ല. ഈ സൂരജേട്ടൻ തന്നെ എത്ര നാൾ കാണുമെന്ന് ദൈവത്തിനറിയാം. ദൈവമേ, ഈ പിടക്കോഴിയെ കാത്തുകൊള്ളണേ. അതിനല്ലേടി വായിൽ നാക്കുള്ളത്. ഞാൻ ചോദിച്ചു, സൂരജേട്ടൻ തന്നു. കാലിലെ വിരലുകൾ കൊണ്ട് കളമെഴുത്തും പാട്ടും നടത്തുന്നവളെ ആമി കണ്ണുരുട്ടി നോക്കി. ഇതിന് എത്ര നാളത്തേക്കാണാവോ? സൂരജേട്ടൻ്റെ കാര്യത്തിൽ ഞാൻ സീരിയസ് ആണ് ആമിക്കുട്ടി. അവളുടെ കവിളിൽ പിടിച്ചൊന്ന് വലിച്ചിട്ട് നിത്യ കട്ടിലിൽ കയറിയിരുന്നു ഫോണിൽ കുത്താൻ തുടങ്ങി. ഇത് തന്നെയല്ലേ നീ എല്ലാവരുടെയും കാര്യത്തിലും പറയുന്നത്? അല്ല ആമി, നീ നോക്കിക്കോ, സൂരജേട്ടനെ ഞാൻ കിട്ടും. ഒടുക്കം ഞൊട്ടാതെ ഇരുന്നാൽ മതി. തൻ്റെ അടുത്ത് കട്ടിലിൽ വന്നിരിക്കുന്നവളെ നിത്യ പുച്ഛത്തോടെ നോക്കി. അതിന് നീ എന്തിനാടി ഇന്ന് കോളേജിൽ പോകണ്ടെന്ന് പറഞ്ഞത്? ഓ അതോ, സൂരജേട്ടന് എന്നോട് സ്നേഹമുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്തതാ. കോളേജിൽ ചെല്ലാതിരുന്നാലല്ലേ ഇതൊക്കെ വിളിച്ചന്വേഷിക്കുകയുള്ളൂ. ആളിപ്പോൾ വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു എനിക്ക് തലവേദനയാണെന്ന്. റെസ്റ്റ് എടുക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പെണ്ണിൻ്റെ കവിളിൽ നിന്നും ഇപ്പോൾ ചോര പൊടിയുന്നത് പോലെ ഉണ്ടായിരുന്നു. ആമി ഇതൊന്നും കാണാൻ ശേഷിയില്ലാതെ തലയിൽ കൈവച്ചിരുന്നു പോയി. രാവിലെ വീട്ടിൽ നിന്നും കോളേജിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് ആമി. പതിവ് പോലെ ഏട്ടനും ഏട്ടത്തിക്കും കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയും കൊടുത്ത് നിത്യയുടെ വീട്ടിലേക്ക് അവൾ ചെന്നു. മുറ്റത്ത് ബൈക്ക് കാണുന്നില്ല. അപ്പോഴേ മനസ്സിലായി രാവണൻ ഡ്യൂട്ടിക്ക് പോയെന്ന്. അതുകൊണ്ട് ധൈര്യമായിട്ട് കയറാം. എടി നിത്യേ, വാടി, നിന്റെ സമയത്തിനിറങ്ങിയാൽ ആര്യൻ പോകും. മുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ അകത്തേക്ക് കയറാതെ അവൾ വിളിച്ചു കൂവി. ഈ ആര്യൻ എന്നുള്ളത് കോളേജിന് മുൻപിൽ കൂടെയുള്ള ബസ്സാണ്. അതിന് പോയാൽ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ സമയത്തിന് ചെല്ലാം. മരുന്നടി, 1 മിനിറ്റ്. അകത്തു നിന്നും ഓടി ഇറങ്ങി വന്നു ചപ്പൽ സ്റ്റാൻഡിൽ നിന്നും ഒരു ഷൂ വലിച്ചെടുത്തവൾ വാതിലിൻ്റെ പടിയിലായിട്ടിരുന്ന് ഒരുവിധം കാലിൽ വലിച്ചു കയറ്റിയിട്ടു. ഒരു ജീനും ഷർട്ടുമാണ് ആളുടെ വേഷം. അവളെന്നും മോഡേൺ ആണ്. ബാ പോവാം. ദേവി ആൻറ്റിയോട് യാത്ര പറഞ്ഞ് അവളുടെ കൈയും പിടിച്ചിറങ്ങി. വീടിന് മുന്നിലുള്ള
ടാറിട്ട ഇടവഴിയിലൂടെ 5 മിനിറ്റ് നടക്കണം ബസ്സൊക്കെ പോകുന്ന റോഡിലേക്കെത്താൻ. ഇത് പ്രൈവറ്റ് റോഡാണ്. കളിച്ച് ചിരിച്ച് കാര്യവും പറഞ്ഞങ്ങ് നടക്കും. പോകുന്ന വഴിയിൽ വായി നോക്കാൻ പറ്റുന്ന ഒരാളെയും അവൾ വെറുതെ വിടില്ല. ആരെയും ഒന്ന് കണ്ണുരുട്ടിയാൽ തീരാവുന്നതേ ഉള്ളൂ അവളുടെ ധൈര്യം എന്നുള്ളത് എനിക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാണ്. പോകുന്ന വഴിയിൽ ചെറിയൊരു തോടുണ്ട്. വെള്ളമൊക്കെ ഇഷ്ടം പോലുള്ള തോട്. ഇടയ്ക്കൊക്കെ കാല് നനയ്ക്കാൻ ഞങ്ങൾ അതിലിറങ്ങാറുണ്ട്. അതിനപ്പുറം മുളയൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാടാണ്. സാധാരണ അങ്ങോട്ടേക്കൊന്നും ആരും പോവാറില്ല. പിന്നെയും മുന്നോട്ട് നടന്നാൽ ഒരു തെങ്ങിൻ തോപ്പ്. അതിങ്ങനെ കണ്ണെത്താത്തത്രയും ദൂരം അങ്ങനെ വിശാലമായി കിടക്കുകയാണ്. പിന്നെയുമുണ്ട് കുറേയധികം കൃഷിസ്ഥലങ്ങൾ അതിനോട് ചേർന്ന് തന്നെ. അതെല്ലാം മേൽപ്പത്തൂർ കോവിലകത്തിൻ്റെ സ്വത്തുക്കളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ പകുതിയിലധികവും ആ കോവിലത്തിൻ്റെ വകയാണ്. കുറച്ചുകൂടെ നടക്കുമ്പോൾ കാണാം ഒരു വലിയ മതിൽക്കെട്ടും ആഡംബരത്തോടെ കെട്ടിപ്പൊക്കിയെടുത്ത പടിപ്പുരയും. ആ പടിപ്പുരയ്ക്കുള്ളിൽ മേൽപ്പത്തൂർ കോവിലകം കാണുകയെന്നത് കുഞ്ഞുനാൾ മുതലേയുള്ള ആഗ്രഹമായിരുന്നു. പടിപ്പുരയുടെ വിടവിലൂടെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. 8 കെട്ടുള്ള ഒരു വലിയ കോവിലകം. അതിനകത്തേക്ക് കയറാൻ പറ്റുകയില്ല. ഞാൻ കുഞ്ഞായപ്പോൾ തൊട്ടേ ആ കോവിലകം അടച്ചിട്ടിരിക്കുകയാണ്, ആൾതാമസമില്ലാതെ. പണിക്കാർ മാത്രം ഇടയ്ക്കൊക്കെ അങ്ങോട്ട് കയറുന്നതും പോകുന്നതും ഒക്കെ കാണാം. മരിക്കുന്നതിന് മുൻപ് ഒരു ദിവസം അമ്മയോട് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് ഈ കോവിലകത്തുള്ളവരെല്ലാം മരിച്ചു പോയെന്ന്. പിന്നെ ആ തലമുറയിലുള്ള ഒരാൾ ദേശാടനവുമൊക്കെയായി നടക്കുകയാണ്. വർഷത്തിലൊന്നൊക്കെ അയാൾ വരുന്നത് കാണാം. വന്നാൽ കുറച്ചു നാൾ നിന്നിട്ട് പോകും. എന്താണെങ്കിലും അനാഥമായ മേൽപ്പത്തൂർ കോവിലകം തനിക്കിന്നും ഒരു പേരറിയാത്ത വികാരമാണ്. ഓരോന്നാലോചിച്ചുകൊണ്ട് റോഡിലെത്തിയത് അറിഞ്ഞില്ല. വെയിറ്റിംഗ് ഷെഡിൽ സ്കൂൾ കുട്ടികളും ജോലിക്ക് പോകാനായി നിൽക്കുന്നവരും കോളേജ് കുട്ടികളും എല്ലാം കൂടെ മേളമാണ്. നിത്യയുടെ കൈയും പിടിച്ച് ഷെഡിനരികിലേക്ക് നടന്നു. വൈകാതെ തന്നെ ആര്യൻ വന്നു. തള്ളലിൽ കൂടി എങ്ങനെയൊക്കെയോ അകത്തേക്ക് കയറിപ്പറ്റി. പുറകെ തന്നെ അവളും ഉണ്ടായിരുന്നു. ബസ്സിനുള്ളിലെ തിരക്ക് കാരണം ബാഗ് ഊരി ഇരിക്കുന്ന ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു. അവരുടെ കൂർത്ത നോട്ടം കണ്ടപ്പോൾ ഒരു വളിച്ച ചിരി ചിരിച്ചു കാണിച്ചു. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ഒരു ബാഗിൻ്റെ കൂമ്പാരം തന്നെ ഉണ്ടായിരുന്നു അവരുടെ മടിയിൽ. മുന്നിൽ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ, അങ്ങോട്ടേക്ക് കയറി നിൽക്കൂ. ഈ ഡയലോഗ് കേൾക്കാത്ത ഒരൊറ്റ ദിവസം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ബസ് എടുത്തപ്പോൾ പുറകിൽ നിന്നവരെല്ലാം വന്ന് മുന്നിലുള്ളവരുടെ ദേഹത്തേക്ക് വീണു. അങ്ങനെ കൊണ്ടും കൊടുത്തുമായിരുന്നു നമ്മുടെ യാത്ര. സ്കൂളിന് മുന്നിലുള്ള സ്റ്റോപ്പിൽ വണ്ടി നിർത്തിയപ്പോൾ കുട്ടികളെല്ലാം ഇറങ്ങി. ഇപ്പോൾ കുറച്ച് തിരക്ക് കുറവുണ്ട്. അടുത്തുള്ള സീറ്റിലിരിക്കുന്ന 2 പേരും ഇറങ്ങിപ്പോയി. നിത്യയും വലിച്ചോണ്ട് ഞാൻ അങ്ങോട്ടേക്കിരുന്നു. ഇവിടെ നിനി 20 മിനിറ്റ് കൂടിയുണ്ട് കോളേജിലേക്ക്. കുറേ മുന്നോട്ടേക്ക് പോയപ്പോൾ ബസ് പെട്ടെന്ന് നിന്നു. 4 വശവും വഴികളുള്ള ഒരു വലിയ കവലയാണത്. ത്വര അടക്കാനാവാതെ പുറത്തേക്ക് തലയിട്ട് നോക്കി. മൊത്തം ട്രാഫിക് ബ്ലോക്കാണ്. റോഡിൽ തല്ല് നടക്കുകയാണെന്ന് ആരോ പറയുന്നത് കേട്ടു. എന്താ കാര്യമെന്ന് മനസ്സിലായില്ല. എന്തോ ഒരാവേശത്തിൽ നിത്യയും കൊണ്ട് ബസ്സിന് പുറത്തേക്കിറങ്ങി. വണ്ടിക്കുള്ളിലെ ആൾക്കാർ പകുതിയും അവിടെ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടു. ആൾക്കൂട്ടത്തെ തള്ളി മാറ്റി അകത്തേക്ക് കയറി. ഒരുത്തൻ ഒരു മനുഷ്യനെ റോഡിലിട്ട് ചവിട്ടിക്കൂട്ടുന്നു. അയാൾ തല്ലുകൊണ്ട് ചാവാറായിട്ടുണ്ട്. എങ്കിലും അയാൾ ഇടി നിർത്തുന്നില്ല. കൂടി നിൽക്കുന്ന ആൾക്കാർ നിർത്താൻ പറയുന്നുണ്ടെങ്കിലും അയാൾ അതൊന്നും കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. തിരിഞ്ഞു നിൽക്കുന്നതിനാൽ അയാളുടെ മുഖം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പോലീസുകാർ വന്നത് കണ്ടു. "ഡീ നിത്യേ, ദേണ്ടടി നിൻ്റെ ഏട്ടൻ." പോലീസ് ജീപ്പിൽ നിന്നിറങ്ങിയ രാവണനെ കണ്ട് അവളെ തോണ്ടി വിളിച്ചു കാണിച്ചു. "എൻ്റെ ചേട്ടൻ വന്നോ? എന്നാ അടിക്കുന്നവൻ്റെ കാര്യം പോക്കാ."
രാവണൻ്റെ കാര്യമായതുകൊണ്ട് ഞാനും അങ്ങ് വിശ്വസിച്ചു. കണ്ടാലൊരു സുന്ദരനും സുമുഖനുമാണെങ്കിലും ഡ്യൂട്ടിയിൽ അങ്ങേരൊരു പുലിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. രാവണൻ ചെന്ന് അടിക്കുന്നവനെ പിടിച്ചു മാറ്റി ഒരെണ്ണം പൊട്ടിച്ചു. അപ്പോഴാണ് അടിക്കുന്നവൻ്റെ മുഖം ഒന്ന് കാണാൻ പറ്റിയത്. ആദ്യം നോട്ടം പോയത് തന്നെ നിതിൻ ചേട്ടനെ നോക്കി ദേഷ്യം കൊണ്ട് ചുവക്കുന്ന എരിയുന്ന കണ്ണുകളാണ്. വലിഞ്ഞു മുറുകിയ മുഖവും ദേഷ്യത്തിൻ്റെ പാരമ്യതയിൽ എഴിച്ചു നിൽക്കുന്ന നെറ്റിയിലെ ഞരമ്പും ചെന്നിയിൽ നിന്നൊഴുകി മുഖമാകെ പടർന്ന വിയർപ്പും. കുറച്ച് നീണ്ടു പിന്നോട്ട് ചീവിയ മുടിയിഴകൾ മുഖത്തേക്ക് പടർന്നു കിടപ്പുണ്ട്. കൂടെ വെട്ടിയൊരുക്കിയ നീണ്ട താടിയും. ശരിക്കും ഒരസുരൻ്റെ ഭാവം. ഇൻ ചെയ്ത മെറൂൺ കളർ ഷർട്ടും ബ്ലാക്ക് ജീനുമാണ് വേഷം. കയ്യിൽ ഒരു റാഡോ വാച്ച് കെട്ടിയിട്ടുണ്ട്. പകുതി തുറന്നു കിടക്കുന്ന അയാളുടെ ഷർട്ടിനിടയിൽ കൂടി പുറത്തേക്ക് തെറിച്ച് സ്വർണത്തിൽ തീർത്ത ഒരു കുരിശുമാല. കാലിലിട്ടിരിക്കുന്ന വേർമസ് ലോഫേഴ്സ് ഷൂ തന്നെ പറയുന്നുണ്ടായിരുന്നു അയാളുടെ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട്. മൊത്തത്തിൽ ഹീറോ ലുക്കുള്ള ഒരു മോഡേൺ അസുരൻ. എറിക് ഡാനിയേൽ മാത്യു. തുടരും. എൻ്റെ സ്റ്റോറി ഇഷ്ടമായാൽ ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.